ഇംഗ്ലീഷിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിലൊന്നാണ് ഹാസ് ഓർ ഹാവ്. എളുപ്പത്തിൽ മനസ്സിലാക്കുക മാത്രമല്ല, ഡെയിലി കോൺവെർസേഷനിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടേംസ് കൂടിയാണ് ഹാസ് ഓർ ഹാവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഹാസ്, ഹാവ്. യൂഷ്വലി നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നത് ടു ഷോ പൊസഷൻ ആണ്. സംതിങ് ദാറ്റ് ബിലോങ്സ് ടു സംവൺ ഓർ സംതിങ്. ഇനിയും കൺഫ്യൂഷൻ ഉണ്ടോ? എങ്കിൽ നമുക്ക് പറയാം ഹാസിനും ഹാവിനും ഉണ്ട് എന്നൊരു മീനിങ് ആണ്. സ്വന്തമായി ഉണ്ട്, കൈവശമുണ്ട് എന്നെല്ലാം പറയാറില്ലേ, അത് തന്നെ. എന്നാൽ ഒരേ മീനിങ് ആണെങ്കിലും ഒരേ സെന്റൻസിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പറയുന്ന സെന്റൻസ് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും. അതല്ലെങ്കിൽ ഒന്നിലധികം വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചായിരിക്കും. ഈ ഒരു വ്യത്യാസമാണ് ഹാസ്, ഹാവിലുള്ളത്. വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോയിന്റ് പൊസഷൻ, അതോടൊപ്പം തന്നെ വേറെ എവിടെയെല്ലാം നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സെന്റൻസ് നോക്കിയേ. എനിക്കൊരു പുതിയ കാറുണ്ട്. എനിക്ക് ഒരു പുതിയ കാറുണ്ട്. പുതിയ കാറ് a ന്യൂ കാർ അല്ലേ? എനിക്കുണ്ട് I have a new car. I have a new car. ഇതാണ് പൊസിഷൻ കാണിക്കാനായിട്ട് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞത്. എൻ്റെ കൈവശം ഒന്നുണ്ട് അല്ലെങ്കിൽ എനിക്കുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. I have a new car. അവന് ഒരു പുതിയ ലാപ്ടോപ്പ് ഉണ്ട്. അവന് ഒരു പുതിയ ലാപ്ടോപ്പ് ഉണ്ട്. He has a new laptop. He has a new laptop. അപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം. ഒന്നിലധികം വ്യക്തി അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ചാണെങ്കിൽ അവിടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു വ്യത്യാസം വരുന്നത് ഐ എന്ന സബ്ജക്റ്റ് ഒരാളാണ് എങ്കിൽ പോലും ഐനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് അല്ല ഹാവ് ആണ്. പൊസഷൻ മാത്രമല്ല, റിലേഷൻഷിപ്പ് പറയുമ്പോൾ നമുക്കവിടെ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യാം. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ടെന്നൊക്കെ. ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യാം. സെന്റൻസ് നോക്കിയേ. അവന് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവന് 2 സിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. എങ്ങനെ എഴുതാം? ഹി, അവനല്ലേ, ഹാസ് അല്ലേ. ഹി ഹാസ് 2 സിസ്റ്റേഴ്സ്. ഹി ഹാസ് 2 സിസ്റ്റേഴ്സ്. അവന് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഹി ഹാസ് 2 സിസ്റ്റേഴ്സ്. ഞങ്ങൾക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. We have many friends. We have many friends. ഞങ്ങൾക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ്, സിസ്റ്റർ ഉണ്ട്, ബ്രദർ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഈ ഒരു അർത്ഥത്തിൽ നമ്മൾക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അവിടെ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. അവർ ആ മൂവി കണ്ടിട്ടുണ്ട്. അവർ ആ മൂവി കണ്ടിട്ടുണ്ട്. They have seen the movie. They have seen the movie. അവർ ആ മൂവി കണ്ടിട്ടുണ്ട്. They have seen the movie. കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആണല്ലേ പറയുന്നത്, ടൈം മെൻഷൻ ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിലും നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. ഇത് ശരിക്കും
പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇനി നമ്മൾ പറയാറില്ലേ, ഞാൻ ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല. ഇപ്പൊ എൻ്റെ ലൈഫിൽ ഇതിനു മുൻപ് ഞാൻ മഞ്ഞ് കണ്ടിട്ടില്ല എന്നൊരർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ. സ്നോ എങ്ങനെ എഴുതാം? I have never seen snow before. ഇതും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ല, ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇൽനെസ്, അതായത് എനിക്ക് പനിയുണ്ട്, എനിക്ക് തലവേദനയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇത്തരത്തിലുള്ള സെന്റൻസസ് പറയുമ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അവന് തലവേദനയുണ്ട്. അവന് തലവേദനയുണ്ട്. എങ്ങനെ പറയാം? ഹി ഹാസ് എ ഹെഡേക്ക്. ഹി ഹാസ് എ ഹെഡേക്ക്. അപ്പൊ അവന് തലവേദനയുണ്ട്. ഹി ഹാസ് എ ഹെഡേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത വേർഡ് ഹാസ് ആണ്. ഹി ആയതുകൊണ്ടാണ് ഹാസ് യൂസ് ചെയ്തത്. ഐ ആയിരുന്നെങ്കിൽ ഐ ഹാവ് യൂസ് ചെയ്യുമായിരുന്നു. അടുത്ത സെന്റൻസ് നോക്കാം. അവൾക്ക് പനിയുണ്ട്. അവൾക്ക് പനിയുണ്ട്. ഷീ ഹാസ് എ ഫീവർ. ഈ പനിക്ക് പകരം കോൾഡോ മറ്റെന്താണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്ത് പറയാൻ സാധിക്കും. അപ്പോൾ ഇൽനെസ് പറയുന്ന സമയത്തും മോസ്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. ഇന്ന് നമ്മൾ ഹാസ് ഓർ ഹാവിനെ കുറിച്ചാണ് പറഞ്ഞത്. യൂഷ്വലി പൊസിഷൻ കാണിക്കാനാണ് നമ്മൾ ഹാസ് ഓർ ഹാവ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, മറ്റു പല സിറ്റുവേഷൻസിലും നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. നമ്മുടെ ഡെയിലി കോൺവെർസേഷനിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടേംസ് ആണ് ഹാസ് ഓർ ഹാവ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.